യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാമൽ പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാമൽ പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാമൽ പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ട് മരിച്ചവരന്ന് മശിഹായോടു വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനേ, മഹോന്നതനേ, വേഗം കാണാം മൽ പ്രേമകാന്തനെ കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിൻ്റെ പാദാന്ത്യ കടന്നു വരുവാനും സഹായിച്ചു തോർത്തും നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ല നടത്തിയ വചനമാ കർത്താവേ. അത് രാവിലെ സമയം ഉണർന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കണം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. രാത്രികാലം മുഴുവൻ സൂക്ഷിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരവലയത്തുള്ളിൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പൊതിഞ്ഞല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം, സ്തോത്രം കർത്താവേ. ഒരു നല്ല ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കര അടിയങ്ങളെ ഓരോരുത്തരെയും തന്ന് സഹായിച്ച് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണം. എല്ലാ അപകടങ്ങളും ഞങ്ങളെ വിടുവിക്കുമാറാകണം. എല്ലാ രോഗദുഃഖാദി വർഷബാധ മരണത്തിനേൽപ്പിക്കാൻ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും പരിപാലിക്കണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ശത്രുവരെ കാണാതെ സ്വർഗത്തിലെ അപ്പച്ച് നിയന്ത്രിച്ച് നടത്തിക്കൊള്ളുമാറാകണം. ജയത്തോടെ അവരെ നടത്തണമേ കർത്താവേ. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അടിയൻ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അടിയൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക കർത്താവേ. അവരുടെ പരീക്ഷകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വേണം. ബുദ്ധിയും ജ്ഞാനവും അപ്പച്ചൻ കൊടുക്കണം. അവർ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി സാക്ഷീകരിപ്പാൻ സ്വർഗം തന്നെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കുക. അവരുടെ അധ്വാനമൊന്നും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ കർത്താവേ. കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടിനതൊക്കെ മറുപടിയുമായി സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികളെ തുറന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിക്കൊള്ളണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം കർത്താപ്പച്ചൻ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ അപ്പാ. സമാധാനത്തോടെ പാർക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ജീവിപ്പാൻ ഇടയാക്കണമേ അപ്പാ. സ്തോത്രം. തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെയൊക്കെ ഓർക്കുകയപ്പാ. അനുഗ്രഹിച്ച് വളർത്തിത്തരണ ബാലപീഠയിൽ നിന്ന് വിടുവിക്കണേ. കർത്താവിനെ അറിയുന്ന കുഞ്ഞുങ്ങളായി വളരാൻ സഹായിക്കണമേ ദൈവമായ കർത്താവേ. ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. വിവാഹം കഴിയാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ഹൃദയത്തിൻ്റെ വേദനകളിൽ ഭാരമറിഞ്ഞ് ആഗ്രഹമറിഞ്ഞ് ആവശ്യമറിഞ്ഞ് സ്വർഗം മാനിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ ഹൃദയ തകർച്ചയോടെ പാതപീഠം ചാർന്ന് കടന്നു വരുന്ന ഓരോ മക്കളെയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വാഗ്ദത്തങ്ങളൊക്കെയും ഓരോ മക്കളിൽ നിറവേറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുടെ വരങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമെന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം. ആ വചനം ഹല്ലേലൂയ ഓരോ മക്കളിലും പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ദൈവമായ കർത്താവേ, സമയം ഹാലലുയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ കൊണ്ടുതരുന്ന കർത്താവേ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. പല വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതമുണ്ട്. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവനാകിയാൽ വ്യസനത്തിനുള്ള സർവ്വമാർഗ്ഗങ്ങളും എടുത്തുമാറ്റി ശാശ്വതമായ മാർഗത്തിൽ തന്നെ മക്കളെ നടത്തുവാൻ തക്കണം സർവശക്തനായ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമെന്നടിയങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്ന അറിയുന്ന കർത്താവ് അവിടുന്ന്. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്ന, ഞങ്ങളെ സഹായിപ്പാൻ സർവശക്തൻ അവിടുന്ന്. ബലമുള്ള കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളെ ഏൽപ്പിക്കുന്ന ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, അപ്പോൾ സ്തോത്രം, കിടക്കയിലായിരിക്കുന്നവർ, കൈകാൽക്ക് ചലനമില്ലാത്തവർ, വീൽ ചെയറിലായിരിക്കുന്ന മക്കൾ, എൻ്റെ ദൈവമേ, യൂറിക് ആസിഡ് ക്രിയാറ്റിനുമുള്ളവർ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, എൻ്റെ കർത്താവേ, തലവേദനയാൽ ഭാരമുള്ളവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, നിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് മരുന്നും വൈദ്യനുമാപ്പാ. നീ അവിടുന്ന് ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാണ്. സ്വർഗം മനസ്സറിഞ്ഞ് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, വിമിഷ്ടത്താൽ ഭാരമുള്ളവർ കർത്താവേ, അപ്പാ സ്തോത്രം, നീ സഹായിക്കണമേ കർത്താവേ. പൊന്നുകരം ചാർത്ത് വയ്ക്കണമേ കർത്താവ്. ഒരു തുള്ളി രക്തം കുത്തി വയ്ക്കണമേ കർത്താവേ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ അപ്പാ, നീ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കളുള്ളവരെ സഹായിക്കണേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുള്ളവരെ സഹായിക്കണമേ. സൗഖ്യപ്പെടുത്തണേ അപ്പാ. എല്ലാ മുറിവുകളെ നീ ഉണക്കണമേ കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളുണ്ടപ്പാ. സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. തലമുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ജീവിതമുണ്ട് കർത്താവേ. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളതുപോലെ അറിയുന്നവൻ, ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന്. എൻ്റെ സ്വർഗത്തിലെ ദൈവം, മനസ്സലിവും കരുണയുമുള്ള ദൈവം, അത്ഭുതം ചെയ്യും, നിശ്ചയമായും മാനിക്കും. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ സമയം ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവ് ഉപജീവനമാർഗത്തെ അപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് തരട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തെയും സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞങ്ങൾ ഇരക്കുവാൻ, നാണമ കളയ്ക്കുവാൻ ശേഷിയില്ല നിത്യവൃത്തിക്കുള്ള വക ഓരോ മക്കൾക്കും ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെയും ഏൽപ്പിക്കുന്ന കഷ്ടനഷ്ടം കൂടാതെ തന്നെ മക്കളെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ. ഓരോ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടെ ഇരിക്കണം. എല്ലാ യാത്രകളെയും അനുഗ്രഹിക്കണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, ആകാശം കയറി യാത്ര ചെയ്യുന്നവരെ പൊന്നുകരം ചാർത്ത് പിടിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചിതാനത്ത് എത്തുവരുകയും കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ അനുഗ്രഹിക്കണേ കർത്താവ്. ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തുകൊള്ളണേ. അനാഥരെ, വിധവകളെ സംരക്ഷിക്കണമേ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി നടത്തിക്കൊള്ളണേ അപ്പാ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം സകലതും തീർത്തു കൊടുത്ത് തൃപ്തരായി ജീവിപ്പാൻ തൻ്റെ മക്കളെയൊക്കെ സഹായിച്ചൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കടഭാരത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ സമർപ്പിക്കുക. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സന്നിധിയിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ഹല്ലേലൂയ. അങ്ങ് സമ്പന്നന, അഖിലാണ്ടത്തിൻ്റെ ഉടയവന, മനസ്സലിയും കരുണയുമുള്ള ദൈവമാ. തൻ്റെ മക്കളെ അറിഞ്ഞ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷയവും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹം അടിയങ്ങൾക്ക് നൽകി തരുമാറാകണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.